ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പണത്തിന് ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും നമ്മൾ പേഴ്സണൽ ലോണുകൾ ആശ്രയിക്കാറുണ്ട്. ഇങ്ങനെയുള്ള നമ്മുടെ എമർജൻസി സിറ്റുവേഷൻ മുതലാക്കിക്കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന സ്കാമേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. 5 മിനിറ്റിൽ പേഴ്സണൽ ലോൺ ഗ്യാരണ്ടീഡ് ആയിട്ട് 100% ഗ്യാരണ്ടീഡ് ആയിട്ട് പേഴ്സണൽ ലോൺ ഓഫർ ചെയ്യുക, അതുപോലെ തന്നെ സിബിൽ വേണ്ട എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള പരസ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു പരസ്യത്തിൽ നമ്മൾ കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പണം നഷ്ടമാകാം, അതുമല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഇൻഫർമേഷൻ അതുപോലെ തന്നെ പേഴ്സണൽ ഇൻഫർമേഷനൊക്കെ അപകടത്തിലായി എന്നും വരാം. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പേഴ്സണൽ ലോൺ സ്കാമുകൾ എങ്ങനെ തിരിച്ചറിയാം, എങ്ങനെ ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ നിന്നും രക്ഷ നേടാമെന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ നിന്നും പേയ്മെൻറ്റ് ആവശ്യപ്പെടുക. ലോണിൻ്റെ പ്രോസസ്സിംഗ് ഫീസാണ്. അപ്പോൾ പ്രോസസ്സിംഗ് ഫീസ് പ്ലസ് GST അങ്ങനെയുള്ള കുറച്ച് പേയ്മെൻറ്റ് നിങ്ങൾ ആദ്യം പേ ചെയ്യണം. പേ ചെയ്ത് കഴിഞ്ഞാൽ ലോൺ എമൗണ്ട് റിലീസ് ചെയ്യാമെന്നൊക്കെ സ്കാമേഴ്സ് നമ്മളോട് പറയും. അപ്പോൾ ഇങ്ങനെ അപ്ഫ്രണ്ട് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്നും പേയ്മെൻറ്റ് ആരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്കാം ആണെന്ന് ഓർക്കുക. ഒരു ജെന്യൂൻ ആയിട്ടുള്ള ലെൻഡേഴ്സും ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ നിന്നും പ്രോസസ്സിംഗ് ഫീസോ കാര്യങ്ങളൊന്നും കളക്ട് ചെയ്യുകയില്ല. നമ്മൾ ലോൺ അപ്ലൈ ചെയ്തു, ലോൺ അപ്രൂവ് ആയി കഴിഞ്ഞ് ആ സാങ്ഷൻ ആയ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതിന് മുമ്പായിട്ടായിരിക്കും ആ എമൗണ്ടിൽ നിന്നും പ്രോസസ്സിംഗ് ഫീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത്. അല്ലാതെ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ നിന്നും പ്രോസസ്സിംഗ് ഫീസോ കാര്യങ്ങളോ ഒന്നും ഒരു ജെന്യൂൻ ലെൻഡേഴ്സും ആവശ്യപ്പെടുകയില്ല. എന്നാൽ സ്കാമേഴ്സ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപയുടെ ലോൺ അപ്രൂവ് ആയിട്ടുണ്ട്, അപ്പോൾ ലോൺ എമൗണ്ട് അക്കൗണ്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പ്രോസസ്സിംഗ് ഫീസ് പേ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇത്ര എമൗണ്ട് ഇന്ന അക്കൗണ്ടിലേക്ക് ഇടണം. എങ്ങാനും അക്കൗണ്ടിലേക്ക് ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ പൈസയും പോകും, ലോൺ കിട്ടിയെന്ന് പറഞ്ഞ ലോൺ എമൗണ്ടും കിട്ടുകയില്ല. അത് സ്കാം ആയിരിക്കും. നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ പ്രോസസ്സിംഗ് ഫീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു എമൗണ്ട് തട്ടിയെടുക്കാനുള്ള തരത്തിലുള്ള സ്കാമാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് നഷ്ടമാവുകയും ചെയ്യും. രണ്ടാമതായിട്ട്, നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 100% ഗ്യാരണ്ടി ഓഫർ ചെയ്യുന്നത്, അതായത് നമുക്ക് 100% ഉറപ്പായിട്ട് ലോൺ നൽകുമെന്ന് അവർ പറയും. ഒരു ജെന്യൂൻ ലെൻഡേഴ്സും ഇങ്ങനെ ഒരു ഉറപ്പ് പറയുകയില്ല. കാരണം നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇൻകം പ്രൂഫ്, അതുപോലെ തന്നെ നമ്മളുടെ സിബിൽ സ്കോർ, നമ്മളുടെ റീപേയ്മെൻറ്റ് കപ്പാബിലിറ്റി, എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വിലയിരുത്തിയ ശേഷം മാത്രമായിരിക്കും നമുക്ക് ലോൺ അപ്രൂവ് ചെയ്ത് കിട്ടുക. സോ സിബിൽ വേണ്ട, ഇൻകം പ്രൂഫ് വേണ്ട, ഗ്യാരണ്ടി ലോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കാമാണെന്ന് തിരിച്ചറിയുക. സ്കാമേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആയുധമാണത് ഗ്യാരണ്ടീഡ് ലോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമീപിക്കുന്നത്. മൂന്നാമതായിട്ട്, ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മളെ നിർബന്ധിക്കുക എന്നുള്ളത്. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു ഡിസിഷൻ പറയണം, അതായത് അരമണിക്കൂറിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഒരു ഡിസിഷൻ പറഞ്ഞാൽ മാത്രമേ ഇത്രയും എമൗണ്ട് കിട്ടൂ, നാളെ ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ലോൺ അപ്രൂവ് ആകില്ല, അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് നിങ്ങൾക്ക് സാങ്ഷനായി കിട്ടുകയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അർജൻസി ടാക്ടിക്സ് ഉപയോഗിക്കുന്നു. അതായത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളൊരു അവസരം നൽകുന്നില്ല, ചിന്തിക്കാനുള്ള അവസരം നൽകാതെ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങളെ നിർബന്ധിപ്പിക്കുക എന്നുള്ളത് സ്കാമേഴ്സിൻ്റെ ഒരു തന്ത്രമാണ്. സോ ഇങ്ങനെ അർജൻസി പറഞ്ഞുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ആരെങ്കിലും നിങ്ങളെ നിർബന്ധിച്ച് കഴിഞ്ഞാൽ അതൊരു റെഡ് ഫ്ലാഗ് ആണെന്ന് തിരിച്ചറിയുക. നാലാമതായിട്ട്, ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റുകളും അതുപോലെ തന്നെ ആപ്പുകളും. നമുക്കിപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ അല്ലാത്ത നിരവധി ആപ്പുകൾ വഴി ഇങ്ങനെ ഫേക്ക് ലോൺ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വാട്സപ്പ് വഴിയൊക്കെയാണ് ഇത് പ്രചരിക്കുക. APK ഫയലായിട്ട് വരും, അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ലോൺ കിട്ടുമെന്നൊക്കെ പറയും. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ അവർ ചോർത്തിയെടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ കൺട്രോൾ മുഴുവൻ അവരുടെ കയ്യിലേക്ക് പോകും. നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ്, വീഡിയോസ് അങ്ങനെയുള്ള ആക്സസും കാര്യങ്ങളൊക്കെ അവരെടുക്കും. അപ്പോൾ ലോണൊക്കെ കിട്ടുമായിരിക്കും, പക്ഷേ ഹ്യൂജ് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ അത് മുടങ്ങാനുള്ള ചാൻസ്, ഡ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഡ്യൂ വന്ന് കഴിയുവാൻ നേരത്ത് അവരെ ഭീഷണിപ്പെടുത്തും. നമ്മുടെ കോൺടാക്റ്റ് ആദ്യം കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അവരെയൊക്കെ വിളിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് കളക്ട് ചെയ്ത ഫോട്ടോസും വീഡിയോസൊക്കെ ദുരുപയോഗം ചെയ്തു എന്ന് വരാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തേർഡ് പാർട്ടി മൊബൈൽ ആപ്പുകളൊന്നും നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. ഓൾവേസ് നിങ്ങളുടെ സ്റ്റോറിലുള്ള ആപ്പുകൾ മാത്രം ആശ്രയിക്കുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ ആണെങ്കിൽ അതിനകത്തുള്ള പല ആപ്പുകളും ഫേക്കാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടും മാത്രം ഇങ്ങനെയുള്ള ആപ്പുകൾ കൈകാര്യം ചെയ്യുക. നിങ്ങളൊരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്ന സമയത്ത് അത് ഒറിജിനൽ കറക്റ്റായിട്ടുള്ള ഡൊമൈൻ ആണെന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ ബാങ്കിൻ്റെ അല്ലെങ്കിൽ NBFCയുടെ പേരിലൊക്കെ ചെറിയ ഒരു ഡിഫറൻസ് ഒക്കെ വരുത്തിക്കൊണ്ട് പല ഫേക്ക് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ വെബ്സൈറ്റ് അഡ്രസ്സിൻ്റെ തുടക്കത്തിൽ HTTPS എന്ന രീതിയിൽ സെക്യൂർ കണക്ഷൻ ആണെന്ന് ഉറപ്പുവരുത്തുക. ആ പർട്ടിക്കുലർ കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കുക. അതിനകത്ത് കോൺടാക്ട് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ നോക്കുക. അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് ആണെങ്കിൽ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ മൊബൈൽ ആപ്പിൻ്റെ താഴെ റിവ്യൂസ് എന്ന് പറയുന്ന സെക്ഷനുണ്ട്, അവിടെ നോക്കി അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വിലയിരുത്തുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലോണിന് വേണ്ടി ഒരു സ്ഥാപനത്തെ ആശ്രയിക്കുന്ന സമയത്ത് RBIയുടെ അണ്ടറിൽ വരുന്ന, RBIയുടെ ഫ്രെയിം വർക്കിന് അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് RBIയുടെ അണ്ടറിൽ വരുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ NBFCകളെ മാത്രം ലോണിനായിട്ട് ആശ്രയിക്കുക. അഞ്ചാമതായിട്ട്, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ചോദിക്കുന്ന സമയത്ത് കെയർഫുൾ ആയിരിക്കുക. നമ്മൾ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇത് സ്കാമേഴ്സ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് അവർ പല രീതിയിൽ ദുരുപയോഗം ചെയ്തു എന്ന് വരാം. ഐഡൻറ്റിറ്റി
തെഫ്റ്റൊക്കെ വെച്ചുകൊണ്ട് നമ്മളുടെ പേരിൽ പല ലോണും കാര്യങ്ങളൊക്കെ അവർ എടുത്തേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സോ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. പാൻ ആണെങ്കിലും ആധാർ ആണെങ്കിലും. അതുപോലെ തന്നെ നമ്മളുടെ ഫോണിലേക്ക് വരുന്ന OTP, അതുപോലെ തന്നെ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ, ഡെബിറ്റ് കാർഡ് ഇൻഫർമേഷനൊക്കെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, നിങ്ങൾ ലോൺ എടുക്കാൻ പോകുന്ന ഒരു സ്ഥാപനത്തിനെ പറ്റി ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്യുക. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിനെ പറ്റിയുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ഗൂഗിൾ റിവ്യൂ കാണും. അപ്പോൾ റിവ്യൂവിൽ കസ്റ്റമർ രേഖപ്പെടുത്തിയിരിക്കുന്ന റിവ്യൂസ് റീഡ് ചെയ്യുക. അതുപോലെ തന്നെ ഗൂഗിൾ ചെയ്ത് കഴിയുവാൻ നേരത്ത് പല ഫോറത്തിലും ആ ഒരു പർട്ടിക്കുലർ കമ്പനിയെ പറ്റിയുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കും. ആ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വിലയിരുത്തുക. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ രീതിയിൽ മൊബൈൽ ആപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ആപ്പിൻ്റെ ആപ്പ് സ്റ്റോറിൽ റിവ്യൂ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂസ് കാണുവാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഗൂഗിളൊക്കെ ചെയ്ത് ഒന്ന് വിലയിരുത്തുക ആ ഒരു കമ്പനി സേഫ് ആണോ അല്ലയോ എന്ന്, എന്നിട്ട് മാത്രം ആ ലോണിന് പ്രോസസ് ചെയ്യുക. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കൺക്ലൂഷൻ എന്ന് വെച്ചാൽ നമ്മൾ പേഴ്സണൽ ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കാമേഴ്സിനെ തിരിച്ചറിയാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഒന്നാമതായിട്ട് അപ്ഫ്രണ്ട് ആയിട്ട് നമ്മളോട് പേയ്മെൻറ്റ് ആവശ്യപ്പെടുക. മറ്റൊന്ന് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മളെ നിർബന്ധിപ്പിക്കുക. പിന്നെ ഗ്യാരണ്ടീഡ് ആയിട്ട് അപ്രൂവൽ ഓഫർ ചെയ്യുക. പിന്നെ സംശയാസ്പദമായിട്ടുള്ള വെബ്സൈറ്റ്, ആപ്പുകൾ, പിന്നെ നമ്മളോട് OTP, അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷനൊക്കെ ചോദിക്കുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്കാം ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു ഗോൾഡൻ റൂൾ എന്താണെന്ന് വെച്ചാൽ ഓൾവേസ് എപ്പോഴും RBIയുടെ അണ്ടറിൽ വരുന്ന സ്ഥാപനത്തിൽ നിന്ന് മാത്രം ലോണുകൾക്ക് ട്രൈ ചെയ്യുക. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അല്ലെങ്കിൽ NBFC, അതും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ ബ്രാഞ്ച് വഴിയോ ട്രൈ ചെയ്യുക. ഈ ഒരു കാര്യമാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി